മുട്ടക്കറി എല്ലാവരും വീട്ടിൽ ചെയ്യാറുണ്ടല്ലോ. സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടാണ് ചേർക്കാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലൊരു അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. വളരെ ഈസിയാണ്. ഒന്നോ രണ്ടോ മുട്ട മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ഞാൻ സവാള, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചതിന് ശേഷം സവാള നമുക്ക് വഴറ്റിയെടുക്കാം. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ആടി വന്നതിന് ശേഷം അതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ടു. അതിന് ശേഷം അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ മീറ്റ് മസാല കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മീറ്റ് മസാലയ്ക്ക് പകരം നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ അത്യാവശ്യം മിക്കവാറുള്ള എല്ലാ കറികളിലും മീറ്റ് മസാല ചേർക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് വാടി വെന്ത് വരുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. അതൊന്ന് വെന്തതിന് ശേഷം അതിലോട്ട് 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിച്ച ഉടനെ തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ഉടച്ച് എല്ലാത്തിനും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാത്തിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് കട്ടിയായിട്ട് അങ്ങ് നമ്മൾ ഓംലേറ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ആയിപ്പോവും. പിന്നെ നമുക്കിതിന് ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ്. എനിക്ക് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ടിക്ക് എടുത്തേക്കുന്നത്. നമുക്ക് വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ ലൂസാക്കാവുന്നതാണ്. ഇത് നമുക്ക് ദോശ, അപ്പം, ചോറിൻ്റെ കൂടെ പോലും കഴിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. വേറെ കറിയുടെ ഒന്നും ആവശ്യം വരത്തില്ല. ഇതിൽ അത്യാവശ്യം എരിയും എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രുചിയായിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഈസിയല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഒക്കെ തരണേ.